MC കമറുദ്ദീനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനൊരുങ്ങിയ അന്വേഷണ സംഘം കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കാൻ കമറുദ്ദീനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ MC കമറുദ്ദീന് മുസ്ലിം ലീഗ് പിന്തുണ. അറസ്റ്റ് അസാധാരണമെന്നും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും ലീഗ് നേതൃയോഗം വിലയിരുത്തി. MLA രാജിവെക്കേണ്ട എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. കമറുദ്ദീന്റേത് ബിസിനസ് തകർന്ന കേസ് മാത്രമാണെന്നും സാമ്പത്തിക തട്ടിപ്പ് അല്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കമറുദ്ദീന്റെ അറസ്റ്റെന്ന് മുസ്ലിം ലീഗ്. ഇപ്പോഴത്തെ സർക്കാർ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ്. അറസ്റ്റ് നിയമപരമായി നിലനിൽക്കില്ല. കമറുദ്ദീൻ പണം കൊടുക്കാനുണ്ടെന്ന് പാർട്ടി അറിഞ്ഞിരുന്നില്ല എന്നും മുൻകാല രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നും PK കുഞ്ഞാലിക്കുട്ടി. MC കമറുദ്ദീനെ സംരക്ഷിക്കുന്ന നിലപാട് UDF-ന് ഇല്ല എന്ന് കൺവീനർ MM ഹസൻ. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്. കേസ് അന്വേഷണം പൂർത്തിയാകും മുൻപാണ് അറസ്റ്റ് ഉണ്ടായത്. എന്നാൽ നിയമ നടപടിയെ എതിർക്കുന്നില്ല എന്നും ഹസൻ. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA 2ാം പ്രതി എന്ന റിമാൻഡ് റിപ്പോർട്ട്. 1ാം പ്രതി മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങൾ. MLA എന്ന സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യത ഉള്ളതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ ചോദ്യം ചെയ്തത് 60ഓളം സാക്ഷികളെ. റിമാൻഡ് റിപ്പോർട്ടിൽ തെളിവുകളായി പറയുന്നത് നിക്ഷേപകർക്ക് നൽകിയ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. മാസം തോറും ലാഭവിഹിതം നൽകുമെന്നും മുൻകൂർ ആവശ്യപ്പെട്ടാൽ പണം തിരികെ നൽകാം എന്നുമാണ് കരാറിലെ ഉറപ്പ്. കരാറിൽ വിശ്വാസവഞ്ചന നടന്നുവെന്നും കണ്ടെത്തൽ. നിക്ഷേപ തട്ടിപ്പ് കേസിലെ 1ാം പ്രതി പൂക്കോയ തങ്ങൾ കോടതിയിൽ കീഴടങ്ങാൻ നീക്കം നടത്തുന്നു. നാളെ ഹൊസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന് സൂചന. പൂക്കോയ തങ്ങൾ മുങ്ങിയത് കമറുദ്ദീന്റെ അറസ്റ്റിന് പിന്നാലെ. MC കമറുദ്ദീനെതിരെ 2 തട്ടിപ്പ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ കമറുദ്ദീനെതിരായ കേസുകളുടെ എണ്ണം 117ആയി. MC കമറുദ്ദീൻ തട്ടിപ്പ് നടത്തിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കമറുദ്ദീൻ ആരംഭിച്ച ബിസിനസ് തകർന്നതാണ് തിരിച്ചടിയായത്. നഷ്ടമായവർക്ക് പണം തിരികെ നൽകണമെന്നും പ്രതിപക്ഷ നേതാവ്. അഴിമതിക്കും മയക്കുമരുന്ന് കച്ചവടത്തിനും CPM അനുമതി നൽകുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തന്നിലേക്ക് അന്വേഷണം നീളുന്നതിനാൽ ആണ് കേന്ദ്ര ഏജൻസികളെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നത്. അഴിമതിയും മയക്കുമരുന്ന് കച്ചവടവും അന്വേഷിച്ചാൽ എങ്ങനെയാണ് വികസനം സ്തംഭിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ്. CPM സംസ്ഥാന നേതൃയോഗ നിലപാട് അപഹാസ്യമെന്ന് പ്രതിപക്ഷ നേതാവ്. പണം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് മകനോട് ചോദിക്കാൻ കോടിയേരിക്ക് ഉത്തരവാദിത്തമുണ്ട്. കോടിയേരിയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് CPM പുറത്താക്കണം. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുകയാണ് സർക്കാരെന്നും ചെന്നിത്തല. കോടിയേരിക്ക് മുല്ലപ്പള്ളിയുടെ രൂക്ഷ വിമർശനം. പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല കുടുംബാംഗങ്ങൾ സദാചാരബോധം ഉള്ളവരായിരിക്കണമെന്നാണ് CPM തിരുത്തൽ രേഖ. ഇത് മാറ്റിപ്പറയാൻ കോടിയേരിക്ക് ആകുമോ എന്ന് മുല്ലപ്പള്ളി. ബിനീഷിന്റേത് എന്ന് ED പറഞ്ഞ സ്ഥാപനങ്ങൾ വ്യാജവിലാസത്തിൽ. ബംഗളൂരുവിലും കൊച്ചിയിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. 2 മാനേജ്മെന്റ് സ്ഥാപനങ്ങളും രേഖകളിൽ മാത്രം. 3 ഡയറക്ടർമാരിൽ 2 പേർ ലഹരിക്കടത്തിൽ പിടിയിലായ അനൂപ് മുഹമ്മദും രജീഷ് രവീന്ദ്രനും. ബിനീഷ് കോടിയേരിയുടെ ED കസ്റ്റഡി 10ാം ദിവസം. ചോദ്യം ചെയ്യൽ തുടരുന്നു. ബിനീഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 10ാം ദിവസമായ ഇന്നും തുടരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവശങ്കറിന്റെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടി ED. ശിവശങ്കർ ഇടപെട്ട് നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളെക്കുറിച്ചും അന്വേഷണം. M ശിവശങ്കറെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെയും അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള നീക്കം നടന്നതായി കുമ്മനം രാജശേഖരൻ. സാമ്പത്തിക തട്ടിപ്പ് കേസ് ഗൂഢാലോചനയാണ്. ഒരു വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടില്ല. പണം നൽകാൻ കമ്പനി ഉടമ തയ്യാറായിട്ടും ഒത്തുതീർപ്പിന് പരാതിക്കാരൻ തയ്യാറായില്ല എന്നും കുമ്മനം. മന്ത്രി KT ജലീലിനെ നാളെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഖുറാൻ കടത്ത്, ഈന്തപ്പഴ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ മൊഴിയെടുക്കാനാണ് വിളിച്ചു വരുത്തുന്നത്. ജലീലിന്റെ ഗൺമാനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. UAE-യിൽ നിന്ന് നയതന്ത്ര പാഴ്സലായി എത്തിയ ഖുറാൻ ചട്ടങ്ങൾ പാലിക്കാതെ സംസ്ഥാനത്ത് വിതരണം ചെയ്തുവെന്ന ആരോപണം. ഖുറാൻ എത്തിയത് പ്രോട്ടോകോൾ ഓഫീസറെ അറിയിക്കുകയോ കസ്റ്റംസ് തീരുവ അടയ്ക്കുകയോ ചെയ്യാതെ. എന്നാൽ ഇത് മലപ്പുറത്തേക്ക് കൊണ്ടുപോയി വിതരണം ചെയ്തു.
ഖുറാൻ കൊണ്ടുപോയത് സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിന്റെ വാഹനത്തിൽ. സർക്കാർ വാഹനത്തിൽ മതഗ്രന്ഥം കൊണ്ടുപോകാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നുവെന്ന് മന്ത്രി ജലീലിന് വിശദീകരിക്കേണ്ടി വരും. മന്ത്രിയുടെ ഗൺമാന്റെ കയ്യിൽ നിന്ന് നേരത്തെ പിടിച്ചെടുത്ത മൊബൈൽ സീഡാക്കിൽ കസ്റ്റംസ് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ജലീൽ ഈ ഫോൺ ഉപയോഗിച്ചതായും വ്യക്തം. ഇതിന്റെ വിശദാംശങ്ങളും ചോദ്യം ചെയ്യലിൽ ജലീൽ വ്യക്തമാക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കെപിസിസി പ്രസിഡന്റിന് മാത്യു കുഴൽനാടിന്റെ കത്ത്. പോഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കണം. 3 തവണ തുടർച്ചയായി മത്സരിച്ചവരെ മാറ്റി നിർത്തണമെന്നും കത്തിൽ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരായ മാത്യു കുഴൽനാടിന്റെ പരാതി തള്ളി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കുഴൽനാടിന് പരാതി ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചു പറയണമായിരുന്നു, പുറത്തു പറയേണ്ട ആവശ്യമില്ല. പരാതി ലഭിച്ചിട്ടില്ല എന്നും അർഹരായവർക്ക് സ്ഥാനം ലഭിക്കുമെന്നും കെപിസിസി പ്രസിഡന്റ്. മേയർ കുപ്പായമണിഞ്ഞും പഞ്ചായത്ത് പ്രസിഡന്റ് ചമഞ്ഞും ആരും വരേണ്ടതില്ല എന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എല്ലാം പാർട്ടി തീരുമാനിക്കും. പ്രവർത്തകന്റെ വികാരമാണ് അന്തിമമായി നോക്കുന്നത് എന്നും മുല്ലപ്പള്ളി. സംസ്ഥാനത്ത് ഉദ്ഘാടന മഹാമഹം നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി കല്ലിടിൽ ആവർത്തിച്ചതോടെ സംസ്ഥാനത്ത് കല്ലിന് ക്ഷാമമെന്ന് പരിഹാസം. അധികാര വികേന്ദ്രീകരണത്തിന് കടയ്ക്കൽ കത്തിവെക്കുകയാണ് ഇടതുപക്ഷമെന്നും പ്രതിപക്ഷ നേതാവ്. ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചതായി റിപ്പോർട്ടുകൾ. 3 ആർമി ഉദ്യോഗസ്ഥരും 1 BSF ജവാനും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 1 സൈനികന് ഗുരുതരമായി പരിക്കേറ്റു. ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. അമേരിക്കയെ ഇനി ജോ ബൈഡൻ നയിക്കും. അമേരിക്കയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസും ചരിത്രമെഴുതി. തകർത്തത് പ്രസിഡന്റ് പദവിയിൽ 2ാം ഊഴമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നം. പോപ്പുലർ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും ബൈഡൻ മുന്നിലെത്തി. ലീഡ് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ ജയിച്ചാൽ ബൈഡന്റെ ഭൂരിപക്ഷം ഇനിയും ഉയരും. വോട്ടെണ്ണലിന്റെ തുടക്കഘട്ടത്തിൽ മുന്നേറിയെങ്കിലും പിന്നീട് ഇഞ്ചോടിഞ്ചായി. ട്രംപിനെ തറപറ്റിച്ചത് അവസാന റൗണ്ടിൽ എണ്ണിയ പോസ്റ്റൽ വോട്ടുകൾ. തിരശ്ശീല വീണത് അമേരിക്ക കണ്ട ഏറ്റവും നാടകീയമായ തെരഞ്ഞെടുപ്പിന്. ചാഞ്ചാട്ട സംസ്ഥാനങ്ങളും റിപ്പബ്ലിക്കൻ കോട്ടകളും തകർത്ത് ബൈഡൻ. വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവരുടെയും പ്രസിഡന്റായിരിക്കും താനെന്ന് ഡെലാവെയറിൽ വിജയം പ്രഖ്യാപിച്ചു ബൈഡൻ. രാജ്യത്തിന്റെ മുറിവുകൾ ഉണക്കുമെന്നും ബൈഡൻ. അമേരിക്കയ്ക്ക് ഇത് പുതിയ തുടക്കമെന്ന് കമലാ ഹാരിസ്. തുല്യതയ്ക്കും നീതിക്കുമുള്ള കറുത്ത വംശജരായ സ്ത്രീകളുടെ പോരാട്ടത്തിന് ലഭിച്ച അംഗീകാരമാണ് വിജയം. സഹോദരി മായയ്ക്കും ഭർത്താവിനും മക്കൾക്കും നന്ദിയെന്ന് കമല. കുടിയേറ്റക്കാരുടെ മകൾ വൈസ് പ്രസിഡന്റായെന്ന് ജോ ബൈഡൻ. വംശീയത തുടച്ചു നീക്കി തുല്യത തിരിച്ചുപിടിക്കും. പുതിയ അമേരിക്കയാണ് ലക്ഷ്യമെന്നും ബൈഡൻ. You ushered in a new day for America. And Joe is a healer, a uniter, a tested and steady hand, a person whose own experience of loss. പിന്നിട്ട വഴികൾ ഓർത്തെടുത്ത കമലാ ഹാരിസ്. തന്റെ വിജയത്തിന് ഏറെ കടപ്പെട്ടിരിക്കുന്നത് അമ്മ ശ്യാമള ഗോപാലിനോടെന്ന് കമല. അരമണിക്കൂർ നീണ്ട കമലയുടെയും ബൈഡന്റെയും പ്രസംഗം ജനം ഏറ്റെടുത്തത് നീണ്ട കരഘോഷത്തോടെ. ഡെലാവെയറിൽ നടന്ന ബൈഡന്റെയും കമലയുടെയും വിജയപ്രഖ്യാപന പ്രസംഗം കേൾക്കാൻ എത്തിയത് 100 കണക്കിന് ആളുകൾ. പരാജയം അംഗീകരിക്കാൻ ഇതുവരെയും തയ്യാറാകാതെ ഡൊണാൾഡ് ട്രംപ്. കോടതിയെല്ലാം തീരുമാനിക്കുമെന്ന് ട്രംപ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പ്രസിഡന്റ് പദവിയിലിരിക്കെ തോൽക്കുന്ന 12ാമത്തെ ആളാണ് ട്രംപ്. കോവിഡ് പിടിമുറുക്കു മുന്നേയുള്ള സർവേകളിൽ ട്രംപിന് മുൻതൂക്കം പ്രവചിച്ചിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ ജനപ്രീതി ഇടിഞ്ഞു. അരനൂറ്റാണ്ടിനിടെ പ്രസിഡന്റ് പദവിയിലിരിക്കെ പരാജയം രുചിക്കുന്ന 4ാമത്തെയാൾ. ജെറാഡ് ഫോർഡിനും ജിമ്മി കാർട്ടർക്കും ജോർജ് W. ബുഷിനും ശേഷം തോൽക്കുന്ന പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ജോ ബൈഡന്റെയും കമലാ ഹാരിസിനെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമലയുടെ വിജയം എല്ലാ ഇന്തോ അമേരിക്കക്കാർക്കും അഭിമാനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി.
ബൈഡൻ കമല വിജയം ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. അമേരിക്കയ്ക്ക് ഇനിയുള്ളത് പക്വതയാർന്ന നേതൃത്വം. ഇരുവരുടെയും വിജയത്തിൽ അഭിനന്ദനം അറിയിച്ച് സോണിയ. ജോ ബൈഡന് ആശംസ അറിയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ശക്തമായ ദിശാബോധത്തോടെ അമേരിക്കയെ ബൈഡൻ ഒന്നിപ്പിക്കും. കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആകുന്നത് ഇന്ത്യക്കാർക്ക് അഭിമാനം പകരുന്നതാണെന്നും രാഹുൽ. ജോ ബൈഡന് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികൾ. 4 വർഷത്തെ ട്രംപ് ഭരണത്തിന്റെ ശേഷിപ്പുകൾ ഉടച്ചുവാർക്കൽ അത്ര എളുപ്പമാകില്ല. കോവിഡ് പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുക ആദ്യത്തെ വെല്ലുവിളി. ട്രംപ് ഇല്ലാതാക്കിയ ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള നയപരിപാടികൾ ബൈഡൻ പുനഃസ്ഥാപിച്ചേക്കും. വിദേശ നയത്തിൽ ഉടനൊരു സമൂല മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല. സമീപകാലത്തെ ശക്തമായ ഇന്ത്യ-US ബന്ധം അതേപടി തുടരും. കമല ഹാരിസിന്റെ സാന്നിധ്യവും ഇന്ത്യ ബന്ധത്തിൽ പ്രതിഫലിക്കും. അമേരിക്കയിലെ പുതിയ ഭരണകൂടം കുടിയേറ്റ നയം ഉദാരമാക്കാൻ സാധ്യത. ചൈന ബന്ധം ഉടൻ പഴയപടിയാകില്ല. പാരീസ് ഉടമ്പടിയിൽ തിരികെ എത്തും. ഇറാൻ ആണവ കരാർ പുനഃസ്ഥാപിക്കാനും സാധ്യത. ജോ ബൈഡൻ പ്രസിഡന്റ് ആകുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള 5 ലക്ഷം പേർക്കും അമേരിക്കൻ പൌരത്വം ലഭിക്കാൻ സാധ്യത. പ്രതിവർഷം 95,000 പേർക്ക് പൌരത്വം നൽകുമെന്നാണ് വാഗ്ദാനം. ഇന്ത്യക്കാർ ഉൾപ്പെടെ 1 കോടിയിലധികം പേർക്ക് പൌരത്വം നൽകാൻ നടപടിയുണ്ടാകുമെന്ന് ബൈഡൻ ക്യാമ്പ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ അറിയാം. വോട്ടെടുപ്പ് നടന്നത് 243 അംഗ നിയമസഭാ സീറ്റിലേക്ക്. വാൽമീകി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും പ്രഖ്യാപിക്കും. 11 സംസ്ഥാനങ്ങളിലെ 56 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലവും 10-ന്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് അനുകൂലം. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടന്നത് 28 സീറ്റുകളിൽ. 9 സീറ്റുകളിൽ വിജയിച്ചാൽ ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിന് അധികാരത്തിൽ തുടരാം. ബീഹാറിൽ മഹാസഖ്യത്തിന് മുന്നേറ്റം പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. ബീഹാറിൽ മഹാസഖ്യം ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുമെന്നാണ് ടുഡേസ് ചാണക്യയുടെ പ്രവചനം. മറ്റെല്ലാ എക്സിറ്റ് പോളുകളും മഹാസഖ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും പ്രവചനം. ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രകാരം മഹാസഖ്യം 150 സീറ്റുകൾ നേടും. NDAക്ക് ലഭിക്കുക 55 സീറ്റുകൾ. മറ്റുള്ളവർ 8 സീറ്റുകൾ നേടും. ടുഡേസ് ചാണക്യ സർവേയിൽ സർക്കാർ മാറണം എന്നാവശ്യപ്പെടുന്നത് 63% പേർ. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിതീഷ് കുമാർ വളരെ മോശമെന്ന് പറയുന്നവർ 37%. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച മുഖ്യ വിഷയം തൊഴിലില്ലായ്മ ആണെന്ന് 35% പേർ. വികസനം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് 28% പേരും അഴിമതി പ്രധാന പ്രശ്നമാണെന്ന് 19% പേരും അഭിപ്രായം അറിയിച്ചു. റിപ്പബ്ലിക് ജൻ കി ബാത്ത്, ടൈംസ് നൗ, സീ വോട്ടർ തുടങ്ങിയ സർവേകൾ പ്രവചിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. റിപ്പബ്ലിക് ജൻ കി ബാത്ത് സർവേ പ്രകാരം മഹാസഖ്യത്തിന് 118 മുതൽ 138 സീറ്റുകൾ വരെ ലഭിക്കും. NDAക്ക് 91 മുതൽ 117 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പ്രവചനം. NDA വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച LJP 5 മുതൽ 8 വരെ സീറ്റുകൾ നേടാമെന്ന് പ്രവചനം. പല സീറ്റുകളിലും LJP ജയപരാജയം നിർണ്ണയിക്കും. ഇടത് പാർട്ടികൾ 15 മുതൽ 17 സീറ്റുകൾ വരെ നേടുമെന്നും എക്സിറ്റ് പോളുകൾ. ടൈംസ് നൗ, സീ വോട്ടർ പ്രകാരം മഹാസഖ്യത്തിന് ലഭിക്കുക 122 സീറ്റുകൾ. കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകളുടെ കുറവ്. NDAക്ക് 116 സീറ്റും ലഭിക്കുമെന്ന് പ്രവചനം. ABP സർവേ പ്രകാരം മഹാസഖ്യത്തിന് 108 മുതൽ 131 വരെ സീറ്റുകൾ ലഭിക്കാം. NDA 104 മുതൽ 128 സീറ്റുകൾ വരെ നേടും. TV9 ഭാരത് വർഷ് മഹാസഖ്യത്തിന് 110 മുതൽ 120 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രവചനം. NDA നേടുക 110 മുതൽ 120 സീറ്റുകൾ വരെ. അതിർത്തി സംഘർഷങ്ങൾ കുറയ്ക്കാൻ പ്രതിജ്ഞാബദ്ധം എന്ന് ഇന്ത്യൻ ചൈനീസ് സൈനിക വക്താക്കൾ. പ്രസ്താവന ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളുടെ 8ാമത് ചർച്ചകൾക്ക് ശേഷം. ചർച്ചകൾ തുടരുന്നത് ലഡാക്കിലെ അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. മധ്യപ്രദേശിലെ നിവാഡിയിൽ കുഴൽക്കിണറിൽ വീണ 3 വയസ്സുകാരൻ മരിച്ചു. ഇന്ന് പുലർച്ചെ കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എങ്കിലും ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ മരണം സംഭവിച്ചു. കളിച്ചുകൊണ്ടിരിക്കെ കുട്ടി 200 അടി താഴ്ചയുള്ള കിണറിലേക്ക് വീണത് ബുധനാഴ്ച. 96 മണിക്കൂറിലധികം കിണറ്റിൽ കുടുങ്ങിക്കിടന്നു. ഗുജറാത്തിലെ റോ പാക്സ് ഫെറി ടെർമിനൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫെറി സർവീസ് പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഗുജറാത്തിലെ ഖോഖ, ഹാസറ മേഖലകളെ.
രാജ്യത്തിന്റെ സാമ്പത്തിക വികസനമാണ് ടെർമിനലിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പ്രധാനമന്ത്രി. ഫെറി സർവീസ് നിലവിൽ വരുന്നതോടെ സൂറത്തും സൗരാഷ്ട്രയും തമ്മിലുള്ള ദൂരം 317 നിന്ന് 60 കിലോമീറ്ററായി കുറയും. ഓഫീസ് ബിൽഡിംഗ്, പാർക്കിംഗ് ഏരിയ, സബ്സ്റ്റേഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. 3 ഡെക്കുകളിലായി തിരിച്ചിരിക്കുന്ന റോപാക്സിന്റെ ആദ്യ ഡെക്കിൽ 30 ട്രക്കുകൾ. ജമ്മുകാശ്മീരിലെ ജില്ലാ ഡെവലപ്മെന്റ് കൌൺസിലിലേക്ക് മത്സരിക്കാൻ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഗുപ്പർ അലയൻസ് സംസ്ഥാനത്തിന്റെ പ്രത്യേക അധികാരം എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനായിരുന്നു ആദ്യ തീരുമാനം. സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകും. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾ ഈ മാസം 23 മുതൽ തുറക്കാമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ആദ്യഘട്ടത്തിൽ 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ എത്താം. RT-PCR ടെസ്റ്റിൽ കോവിഡ് നെഗറ്റീവായ അധ്യാപകർ മാത്രമേ സ്കൂളുകളിൽ എത്താവൂ എന്നും ഉദ്ധവ് താക്കറെ. മഹാരാഷ്ട്രയിൽ അടുത്ത മാസം ആരാധനാലയങ്ങൾ തുറക്കാൻ അനുവദിക്കുമെന്ന സൂചന. ദീപാവലിക്ക് ശേഷം ഇത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ആൾക്കൂട്ടം ഒഴിവാക്കാൻ ദീപാവലി ആഘോഷങ്ങൾക്ക് വിലക്കുണ്ട്. രാജ്യത്ത് കോവിഡ് ബാധിതർ 85 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 45,674 രോഗികൾ. ഇന്നലെ മാത്രം 551 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 1,26,121 രാജ്യത്ത് രോഗമുക്തി നിരക്കും ഉയരുന്നു. ഇതുവരെ രോഗം മാറിയത് 78 ലക്ഷത്തിലധികം പേർക്ക്. ഇന്നലെ 49,082 പേർക്ക് രോഗം മാറി. കോവിഡ് വാക്സിൻ അടുത്ത വർഷവും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ലഭ്യമാകില്ല എന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ. സാധാരണക്കാർക്ക് 2022 വരെ വാക്സിനായി കാത്തിരിക്കേണ്ടി വരും. ജനസംഖ്യാ നിരക്കിലെ വർധനയാണ് ഇതിനുള്ള പ്രധാന കാരണമെന്നും ഡോക്ടർ രൺദീപ് ഗുലേറിയ. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം പെരുകുന്നു. 24 മണിക്കൂറിനിടെ 1 ലക്ഷത്തിലധികം പേർക്ക് കോവിഡ്. ഒരു ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 1022 മരണം. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ കുതിപ്പ്. ആകെ രോഗികൾ 5,26 ലക്ഷം പിന്നിട്ടു. 12,56,000 കടന്ന് മരണം. ബ്രസീലിലും വ്യാപനം കുറയുന്നില്ല. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 56,53,000 പിന്നിട്ടു. 1,62,000 കടന്ന് മരണം. റഷ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 17,53,000 പിന്നിട്ടു. മരണം 36,261. കടുത്ത നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും ഫ്രാൻസിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല. ആകെ രോഗികളുടെ എണ്ണം 17,49,000 മരണം 40,169. ബ്രിട്ടനിൽ കോവിഡ് മരണനിരക്ക് ഉയരുന്നു. ഇതുവരെ മരണം 44,888. രോഗികളുടെ എണ്ണം 11,72,000 അടുത്ത്. കുവൈറ്റിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,31,000 പിന്നിട്ടു. പുതുതായി 742 പേർക്ക് കൂടി കോവിഡ്. 4 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 808. കോവിഡ് ബാധ കാരണമുണ്ടാകുന്ന ശ്വാസതടസ്സത്തിന് 1 ഡോസ് BCG കുത്തിവയ്പ് ആശ്വാസം നൽകുമെന്ന് പഠനം. ക്ഷയരോഗ പ്രതിരോധത്തിന് നൽകുന്ന BCG കുത്തിവയ്പ് ന്യൂമോണിയ ബാധിതർക്കും ഫലപ്രദം. പഠനം നടത്തിയത് പുനെയിലെ BJ മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് താഴുന്നു. 11 കഴിഞ്ഞ ആഴ്ചയിൽ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 16 മുകളിൽ ആയിരുന്നു. ഇതാണ് കഴിഞ്ഞ 2 ആഴ്ചയായി കുറഞ്ഞത്. ജില്ലകളിൽ നിന്ന് പുറത്തുവരുന്നത് ആശ്വാസകരമായ വാർത്തകൾ. പോസിറ്റിവിറ്റി നിരക്ക് കൂടിയിരുന്ന മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലും നിരക്ക് കുറയുന്നു. ഇന്നലെ സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് 7,201 പേർക്ക്. മുൻ MLA M. നാരായണൻ നിര്യാതനായി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോവിഡ് ബാധിതനായി ജില്ലാ ആശുപത്രി ICUവിൽ ചികിത്സയിലായിരുന്നു. ദീർഘകാലം CPM ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2 തവണ കുഴൽമന്ദം MLA. M. നാരായണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി.
നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനം ആയിരുന്നു നാരായണന്റേത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം നിരന്തരം ഇടപെട്ടുവെന്നും മുഖ്യമന്ത്രി. എം നാരായണന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മന്ത്രി എ കെ ബാലൻ. എല്ലാ രംഗത്തും മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. പാലക്കാട്ടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അപരിഹാര്യമായ നഷ്ടമാണ് ഉണ്ടായത് എന്നും മന്ത്രി. തിരുവനന്തപുരത്ത് UDF-ൽ സീറ്റ് വിഭജന പ്രതിസന്ധി. ജനതാദളും ജോസ് കെ മാണിയും മുന്നണി വിട്ടതിനാൽ കൂടുതൽ സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ ഘടകകക്ഷികൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെതിരെ യൂത്ത് കോൺഗ്രസും. തലസ്ഥാന നഗരഭരണം നിലനിർത്താൻ CPM കളത്തിൽ ഇറക്കിയിരിക്കുന്നതിൽ ഏറെയും കോളേജ് വിദ്യാർത്ഥികളെ. അധികാരത്തിൽ എത്തിയാൽ ഈ വിദ്യാർത്ഥി ഭൂരിപക്ഷത്തെ നയിക്കുന്നതും ഒരു കോളേജ് അധ്യാപികയാകും. ജയിച്ചാൽ മേയർ സ്ഥാനത്ത് എത്തുക അധ്യാപികയായ G. ഒലീന. കുന്നുകുഴി വാർഡിൽ നിന്ന് ഒലീന മത്സരിക്കും. കൊല്ലത്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തിങ്കളാഴ്ച പ്രഖ്യാപിക്കാൻ ഒരുങ്ങി NDA. ഘടകകക്ഷികളുമായുള്ള ചർച്ച BJP പൂർത്തിയാക്കി. ജില്ലയിൽ LDF-ഉം NDA-യും തമ്മിലാണ് മത്സരമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ B. ഗോപകുമാർ. കൊല്ലം നഗരസഭാ ഭരണത്തിൽ NDA അംഗങ്ങൾ ഉള്ളത് തേവള്ളി, തിരുമുല്ലാവാരം ഡിവിഷനുകളിൽ. കിഴക്കമ്പലത്തിന് പുറമെ എറണാകുളം ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ കൂടി മത്സരിക്കാൻ ഒരുങ്ങി ജനകീയ കൂട്ടായ്മയായ 2020. കിഴക്കമ്പലത്തെ 19 വാർഡുകൾക്ക് പുറമെ കുന്നത്തുനാട്, വേങ്ങോല പഞ്ചായത്തുകളിൽ മത്സരിക്കും. മഴുവന്നൂരിലെ 19-ഉം ഐഗർനാടിലെ 14 വാർഡുകളിൽ 2020യുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. മറ്റ് ജില്ലകളിൽ 2020യുടെ പേരിൽ ചിലർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് എന്ന് പ്രസിഡന്റ് സാബു ജേക്കബ്. എന്നാൽ ഇവരുമായി കിഴക്കമ്പലം 2020ക്ക് ബന്ധമില്ല. കിഴക്കമ്പലം പഞ്ചായത്തിൽ ഭരണം കൈയാളിയ 2020ക്ക് സമീപ പഞ്ചായത്തുകളിലും സ്വാധീനം. കരുത്തരായ PSG വീണ്ടും വിജയവഴി. ലീഗ് 1-ൽ റെന്നിസിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം. അർജന്റീന താരം ഏഞ്ചൽ ഡി മരിയയ്ക്ക് ഇരട്ട ഗോൾ. ലാലിഗയിൽ റയൽ ബെറ്റിസിനെ തകർത്ത് ബാഴ്സലോണ. ജയം 2-നെതിരെ 5 ഗോളുകൾക്ക്. മെസ്സിക്ക് ഇരട്ട ഗോൾ. ഈ ജയത്തോടെ 7 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി ബാഴ്സ 8-ാം സ്ഥാനത്ത്. നിലമ്പൂർ പോത്തുകല്ല് ഞെട്ടിക്കുളത്ത് അമ്മയും 3 മക്കളും തൂങ്ങി മരിച്ച നിലയിൽ. മുതുപുരയിടത്ത് വിനയ് ശ്രീധരന്റെ ഭാര്യ രഹ്ന, മക്കളായ ആദിത്യൻ, അനന്തു, അർജുൻ എന്നിവരാണ് മരിച്ചത്. രഹ്നയുടെ ഭർത്താവ് വിനേഷ് കോഴിക്കോട് പേരാമ്പ്രയിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ്. പുഴയോര സംരക്ഷണത്തിനായി JCI നീലേശ്വരത്തിന്റെ കണ്ടലിന്റെ കാവലാൾ പദ്ധതിക്ക് തുടക്കം. തേജസ്വിനി പുഴയിൽ 1000-ഓളം കണ്ടലുകൾ വെച്ചുപിടിപ്പിക്കുകയാണ് ലക്ഷ്യം. പദ്ധതി നടപ്പിലാക്കുന്നത് വനം വകുപ്പിന്റെ സഹകരണത്തോടെ. തൊഴിലാളികളെ കിട്ടാതായതോടെ വലിയ പ്രതിസന്ധിയിൽ ഇടുക്കിയിലെ ഏലം കർഷകർ. പല തോട്ടങ്ങളിലും ഏലം വിളവെടുക്കാൻ ആകാതായതോടെ നേരിടുന്നത് വലിയ നഷ്ടം. ഇത്തവണ തൊഴിലാളികളെ എത്തിച്ചത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി കൂലി നൽകി. കട്ടപ്പന കാഞ്ചിയാറിൽ പട്ടയമില്ലാതെ വലയുന്നത് 100 കണക്കിന് കുടുംബങ്ങൾ. 50 വർഷം മുൻപ് കുടിയേറിയ കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിക്കാത്തത്. 2018-ൽ ഇവരുടെ സ്ഥലത്തിന്റെ സർവേ നടപടികൾ പൂർത്തിയായെങ്കിലും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ നടപടികൾ വൈകിപ്പിക്കുകയാണ് എന്ന ആക്ഷേപം. കൊട്ടാരക്കര തലച്ചിറ ചിരട്ടക്കോണം കനാൽ റോഡ് നവീകരിക്കണം എന്ന ആവശ്യം ശക്തം. റോഡിന് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ചിരട്ടക്കോണത്ത് നിന്നും പുല്ലൂരിലേക്ക് പോകാൻ നാട്ടുകാർ എളുപ്പം ആശ്രയിക്കുന്ന കനാൽ റോഡാണ് തകർന്നത്. ബിലീവേഴ്സ് സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിക്കെതിരെ അന്വേഷണം വേണമെന്ന് സേവ് ഫോറം ഭാരവാഹികൾ. സഭയെയും വിശ്വാസികളെയും കബളിപ്പിച്ച് സമ്പാദിച്ച പണമാണ് വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. സഭയുടെ സാമ്പത്തിക ഇടപാടുകൾ ഫാദർ സിജോ പന്തപ്പള്ളിയാണ് നടത്തുന്നത് എന്നും സേവ് ഫോറം ഭാരവാഹികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.